ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരിയുടെയും ശങ്കത്തെയും ഇന്നത്തെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് വിശദമായ കഥയിലേക്ക് പോകാം. അങ്ങനെ ഗൗരി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാധാമണി തങ്കച്ചി തടയാണ്. ഞാൻ പൊക്കോളാം, നീയും നിന്റെ ഏട്ടനും കൂടി സന്തോഷമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുക. ആദർശ് ഈ വീടിന്റെ അകമൊന്നും കണ്ടിട്ടില്ലല്ലോ, നീ ഏട്ടൻ ഈ വീടൊക്കെ ഒന്ന് കാണിക്കുക. അപ്പോഴേക്കും ഗൗരി പറഞ്ഞു, അമ്മ എന്നോടല്ലേ ആഹാരം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്. അന്നേരം വേണി വന്നിട്ടില്ലായിരുന്നല്ലോ, വേണിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എനിക്കല്ലേ അറിയത്തുള്ളൂ. എന്തായാലും ശേഖരനും ആദർശമൊക്കെ കൂടിയൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, നിങ്ങളൊക്കെ ഒന്ന് ചെന്ന് വീടൊക്കെ ഒന്ന് ചുറ്റി കാണാം. അപ്പോഴേക്കും നമ്മുടെ ശേഖരൻ പറഞ്ഞു, കമലിക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ, മുട്ടുവേദന ഉണ്ടെന്നും പറയുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും തൈലോ കുഴമ്പോ എന്തെങ്കിലും ഉണ്ടോ, ഗൗരിക്ക് എടുത്ത് കൊടുക്കുക, ഗൗരി ഒന്ന് തടവി കൊടുക്കട്ടെ, കമലിനെ കൂട്ടിപ്പോയി മുറിയിലേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഗൗരിയെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യുക, ഗൗരി നീ കമലയും കൂട്ടിപ്പൊക്കോ, ശേഖരനും ആദർശവും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നോളും, അടുക്കളയിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്കും നമ്മുടെ വേണി പറഞ്ഞു, വേണ്ടാമേ, അത് വേണ്ടാട്ടോ, അമ്മയോട് ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ മാറിയുമേ, കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയണ പോലെ വേണി പഴയ വേണിയല്ലാമേ, നിങ്ങൾ നോക്കിക്കോ, നീ അടുക്കളയിലൊന്നും കയറണ്ട എന്ന് നമ്മുടെ രാധാമണി തങ്കച്ചി പറയാം. ഞാൻ എന്താ അടുക്കളയിൽ കയറിയാലോ, ഒരു കുഴപ്പമില്ല, ഞാൻ അടുക്കളയിൽ കയറിയോ എന്തുട്ടാ കുഴപ്പം, ഒരു കുഴപ്പമില്ല, ഞാൻ അടുക്കളയിൽ കയറും. ആദ്യം ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ചായ ഇട്ടുതരാം. അപ്പൊ വേണ്ട, നീ കയറണ്ട, അതെന്താ അവിടെ വല്ല ബോംബും വെച്ചിട്ടുണ്ടോ എന്ന് വേണിയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവര് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കാട്ടോ. വേണി പറഞ്ഞ, അമ്മേ, ഞാൻ എല്ലാ പാചകവും പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ഒരു ചായ ഉണ്ടാക്കി തരാം, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വേണി അകത്തേക്ക് കയറി പോവാട്ടോ. ഇവരന്തം വിട്ട് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക. ശേഖരനും രാധാമണി തങ്കച്ചിയും കൂടെ കണ്ണും കൈയും ഇങ്ങനെ നോക്കുകയാണ്. ഒരു പിടിവള്ളി എന്ന പോലെ നമ്മുടെ രാധാമണി തങ്കച്ചി വേലക്കാരുടെ കയ്യൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേണി അടുക്കളയിലേക്ക് ചെന്നു. ഈ ചായപാത്രം ഇതെവിടെ വെച്ചിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അത് തപ്പുകയാണ് കേട്ടോ. ആ സമയത്താണ് ഇവൾക്കൊരു അശുഭകരമായൊരു സ്മെല്ല് കിട്ടിയത്. ആ വൃത്തികെട്ട സ്മെല്ല്, ഇതെന്തത്, ഇത് പെട്രോളിന്റെ സ്മെല്ലല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് പെട്രോൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവൾക്ക് കാര്യം മനസ്സിലായിട്ട് ഇവൾ അവിടെ മൊത്തം ഒന്ന് പരിശോധിച്ചു, അല്ലെങ്കിൽ മൊത്തം ഒന്ന് നിരീക്ഷിച്ചു. ഇവൾക്ക് എല്ലാ പ്ലാനും മനസ്സിലായി. ആ പാവം പെണ്ണിനെ കൊല്ലാനായിട്ട്, ആ പാവം പെണ്ണിനെ കുരുതി കൊടുക്കാനായിട്ട് എൻ്റെ ഏട്ടനോ അമ്മയൊക്കെ കൂടി ചെയ്തു വെച്ചിരിക്കുന്ന പണിയാണ്. അതുകൊണ്ടാണ് ഗൗരിയെ കൊണ്ട് ആഹാരം ഉണ്ടാക്കിക്കാനായിട്ട് അവരിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. ഞാൻ വന്നതുകൊണ്ടാണ് ഇപ്പോൾ അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഇതൊക്കെ എടുത്ത് മാറ്റാനായിട്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ വേണിക്കും മനസ്സിലായിട്ടോ. എന്തായാലും നമ്മുടെ വേണി നേരെ ഇറങ്ങി വന്നു. ആ സമയത്ത് ശേഖരനും രാധാമണി തങ്കച്ചിയും ആ ഒരു വേലക്കാരി അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. വേലക്കാരി എപ്പോഴും മേഡം എന്നാണ് നമ്മുടെ ഗൗരിയെ വിളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വേലക്കാരി എന്ന് പറയത്തില്ല, മേഡം എന്നാണ് എനിക്ക് വരുന്നത് വേലക്കാരിയുടെ പേര് പറയുമ്പോൾ. എന്തായാലും നമ്മുടെ ഇവർ മൂന്നുപേരോട് അവിടെ ഇങ്ങനെ നിൽക്കുക, ഇവരൊന്നും ഇരുത്തി നോക്കി പേടിപ്പിച്ചോട്ടാണ് നമ്മുടെ വേണി. എന്നിട്ട് ആദർശിന്റെയും ഗൗരിയുടെ അരികിലേക്ക് ചെല്ലാണ്. അപ്പോൾ അവർ ഇവിടെ മാറി ഇങ്ങനെ നിൽക്കുക. നിങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഒത്തിരി അങ്ങോട്ട് കേൾക്കത്തില്ല എങ്കിലും സംസാരിക്കുന്നത് കുറേശ്ശെ കേൾക്കുകയും ചെയ്യാം. നമ്മുടെ ശേഖരനും രാധാമണി തങ്കച്ചിക്കും ഒക്കെ കാണുകയും ചെയ്യാം ഇവർ നിന്നിങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളിവിടെ നിൽക്കുക, ഇതെന്താ മത്തപ്പം ഇത്, അവിടെ നിന്ന് വന്ന പടി പോണെന്ന് പറഞ്ഞല്ലേ, ഗൗരിയനെയും കൂട്ടി പെട്ടെന്ന് റിട്ടേൺ അടിക്കണം, അർജന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് വായും പൊളിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുക. ഞാനിങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ. ആദർശേട്ട ഒരു കാര്യം ചെയ്യട്ടോ, തിരുവനന്തപുരം വരെ പോണ്ടല്ലേ, ഇതേ ചായ ഒന്നും കുടിച്ച് സമയമൊന്നും കളയണ്ട, ഏട്ടത്തിനെ കൂട്ടി ഇപ്പൊ തന്നെ സ്കൂട്ടായിക്കോ. നമ്മുടെ ഗൗരി ആദർശ് വായും പൊളിച്ചിങ്ങനെ നിൽക്കുക, ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാതെ. മാത്രമല്ല നമ്മുടെ ശേഖരനും രാധാമണി തങ്കച്ചൊക്കെ ഇത് കേട്ടു. ഏട്ടത്തിയുടെ കാര്യം ഓർത്ത് നമ്മുടെ പ്രൊഫസറും നന്ദിനിയമ്മയും മുത്തശ്ശിയൊക്കെ വിഷമിച്ചിരിക്കുകയല്ലേ. ഏട്ടത്തി കാണുമ്പോൾ അവർക്ക് സന്തോഷമാകും. നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കിയാൽ പെട്ടെന്ന് ഇറങ്ങുക, വലിയ സ്പീഡിലൊന്നും പോകണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇവള്. അപ്പൊ ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം ഇവള് പതുക്കെ പറയാണ്, ആദർശിന് വേറെ ആരും കേൾക്കാത്ത രീതിയിൽ, ഒന്നുമില്ലാണ്ട് ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കുക, കാര്യം ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോഴേക്കും ആദർശൻ എന്തോ പന്തികേട് മണത്തു. വേണി പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശേഖരൻ പറഞ്ഞു, വേണി എന്തുട്ട് വർത്താനം പറയുന്നത്, ഗൗരി എങ്ങോട്ടും പോകുന്നില്ല, ഗൗരി നീ അകത്ത് പോയേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേണിക്ക് ദേഷ്യം വന്നു കേട്ടോ. വേണി ശേഖരന്റെ അരികിലേക്ക് ചെന്നു. ശേഖരേട്ടാ, എൻ്റെ പൊന്നു ചേട്ടച്ചാരെ, നിങ്ങളൊന്ന് സമാധാനപ്പെടുക. ഏട്ടത്തിയുടെ അച്ഛനും അമ്മയുണ്ടല്ലോ, ഏട്ടത്തി ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടല്ലേ പറയണത്, ഏട്ടത്തി പൊക്കോട്ടെ
അപ്പോഴേക്കും അത് നീയാണോടി തീരുമാനിക്കുന്നത് എന്നൊക്കെ ശേഖരൻ. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശേഖരന്റെ ചെവി പറഞ്ഞു, അതെ, നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഗൗരിക്ക് വേണ്ടിയിട്ട് എൻ്റെ പൊന്നാര ഏട്ടൻ ഒരുക്കി വെച്ചതൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ഇതേ പണി കിട്ടണ്ടെങ്കിലും മിണ്ടാണ്ട് അവിടെ നിന്നോണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേണി പേടിപ്പിക്കുക. ഇതൊരു വാണിങ്ങാ, ലാസ്റ്റ് വാണിംഗ് ആയിട്ട് കൂട്ടിക്കോ എൻ്റെ ഏട്ടൻ. എൻ്റെ പൊന്നു ചേട്ടച്ചാര, ഇനി മേലിൽ ഗൗരിക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് താക്കീതുമായിട്ട്. എന്നിട്ട് നമ്മുടെ വേണി ചിരിച്ചിട്ട് പറയാ, ഗൗരി ഉണ്ടല്ലോ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അറിയാവോ, ശങ്കർ മഹാദേവന് സാക്ഷാൽ വടക്കനാഥൻ കൊടുത്ത പെണ്ണ്, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കട്ടോ. ഇത് മറ്റാരും കേൾക്കാതെ ആദർശം ഗൗരിയൊന്നും കേൾക്കാതെയാണ് സംസാരിക്കുന്നത്. എന്തായാലും രാധാപടി തങ്കച്ചിയൊക്കെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക. ചേട്ടത്തി ഇപ്പം ഇവിടെ നിന്ന് പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ച പണിയൊക്കെ ഞാൻ ഉറക്കം വിളിച്ച് പറയും. എന്താ അത് വേണോ, കാണണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ശേഖരനൊന്ന് അടങ്ങിയേ. രാധാമണി തങ്കച്ചിക്കും കാര്യം മനസ്സിലായി. ശേഖര, ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഞാനും കമലയും കൂടെ നോക്കിക്കോളാം. ആദർശ പെങ്ങളെയും കൂട്ടി പോയിട്ട് വരട്ടെ. മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ പ്രൊഫസർക്ക് നന്ദിനിക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറൂലോ. പെമ്മക്കളെ കുറിച്ചുള്ള അച്ഛനമ്മമാരുടെ വേദന എനിക്ക് മനസ്സിലാകും. എന്നിട്ട് വേലക്കാരിയോട് പറഞ്ഞു ഗൗരിയത്തിയുടെ ഡ്രസ്സ് പായ്ക്കാനായിട്ട് കൂടാനായിട്ട്. ശരിയെന്ന് പറഞ്ഞു വേലക്കാരി അങ്ങ് പോവാണ്. എന്തായിട്ട് ആദർശനോട് വേണി പറഞ്ഞു, സമയം കളയണ്ട കേട്ടോ. എന്നിട്ട് ഗൗരിയോട് ചെന്ന് പറഞ്ഞു, വേഗം ഇവിടെ നിന്ന് പൊക്കോ, അതാ ഗൗരി നിനക്ക് നല്ലത് എന്ന് നമ്മുടെ വേണി ചെവി പോയി പറയാതെ ഇങ്ങനെ ചെവി പോയി ഇങ്ങനെ പറയണം. ശേഖരനും നമ്മുടെ തങ്കച്ചേഖരൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിപ്പുണ്ട്, എന്താ ഇവിടെ പറഞ്ഞേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. എന്തായാലും ഗൗരി റെഡിയായി പുറത്തിറങ്ങി നിൽക്കുകയാണ്. ആദർശ് പറഞ്ഞു, എന്നാൽ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇനിയും പറയാതിരിക്കാൻ പറ്റില്ല, ഒരു വലിയ പ്രശ്നമുണ്ട്, ശങ്കറിനെ കാണാനില്ല. അപ്പോൾ ശങ്കറിനെ വിളിച്ചു നോക്കിയില്ല, അപ്പോൾ ശങ്കർ ഫോൺ കൊണ്ടുപോയിട്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ നീ ശങ്കറിൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചോ, അവർക്ക് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോടൊക്കെ സംസാരിച്ചു, അവർക്ക് ആർക്കും ഒന്നും അറിയില്ല ആദർശേട്ടാ. ശങ്കർ ഇപ്പോഴും എന്നെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ശങ്കർ അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു. ശങ്കറിന് എന്നോടുണ്ടായിരുന്ന ട്രസ്റ്റ് നഷ്ടപ്പെട്ട ആദർശേട്ടാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കണ്ണു നിറഞ്ഞാണ് ഗൗരി പറയുന്നത്. എന്നെക്കുറിച്ച് ഓർത്തല്ല ശങ്കരേട്ടാ, എന്നെക്കുറിച്ച് ഓർത്തല്ല ആദർശേട്ടാ ഞാൻ വേദനിക്കുന്നത്, ശങ്കറിനെ കുറിച്ച് ഓർത്തിട്ടാ. എനിക്കിപ്പോൾ ഏട്ടനിപ്പം വരാൻ പറ്റില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ശങ്കറിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഗൗരി, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകും, നമുക്കിപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് പോകാം. അപ്പോൾ ആദർശേട്ടാ ഗൗരി ഞാനൊന്ന് പറയട്ടെ, നിന്റെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും നല്ല ടെൻഷനുണ്ട്. നിന്നെ ഒന്ന് കണ്ട വേണി പറഞ്ഞതുപോലെ അവർക്ക് സമാധാനമാകും. നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകാം. ശങ്കറിന്റെ കാര്യത്തിൽ നിനക്ക് യാതൊരു ടെൻഷനും വേണ്ട, ശങ്കറിനെ നമുക്ക് കണ്ടെത്താം. അങ്ങനെ നമ്മുടെ ആദർശ് ഗൗരിയെ നിർബന്ധിച്ച് വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടുപോവാണ്. ഇതേ സമയം നമ്മുടെ വേണി പൊരിച്ചടിക്കൊണ്ടിരിക്കുകയാണ്. കമലയാണ് അന്തം വിട്ടുകൊണ്ടിരിക്കുക. ഇതെന്താ സംഭവിച്ചെന്ന് കമലയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അമ്മയും ശേഖരേട്ടനും ശരിക്ക് കേട്ടോണം, നിങ്ങൾ വിചാരിച്ച കാര്യം അത് നടക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേണി ഉറഞ്ഞു തുള്ളുകയാണ് കേട്ടോ. കമല കണ്ണും തള്ളി നിൽക്കുക. കമലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇനി ഗൗരി തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇത്ര വലിയ ക്രൂരത ചിന്തിക്കാൻ പറ്റി? ഒരാളെ കത്തിച്ച് ചാമ്പലാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ കമല തൊട്ടടുത്ത് നിന്ന് വേലക്കാരി ഇങ്ങനെ നോക്കുക. അപ്പോൾ ശേഖരൻ പറഞ്ഞു, നീ വലിയ ഈച്ച ഡയലോഗൊന്നും അടിക്കണ്ട, നിന്നോട് ആരാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുക്കാനായിട്ട് പറഞ്ഞത്? നീ വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞങ്ങൾ ഈ കാര്യം ഈസി ആയിട്ട് അങ്ങോട്ട് നടത്തിയേനെ. നീ ഒരുത്തിയെ ഞങ്ങളുടെ പ്ലാൻ മൊത്തം നശിപ്പിച്ചത്. ശേഖരേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗൗരിയേട്ടത്തിയുടെ മുകളിൽ ഒരു നുള്ളും മണ്ണ് നിങ്ങൾ വാരിയിടാന്ന് വിചാരിക്കണ്ടാട്ടാ, അത് ഞാൻ സമ്മതിക്കില്ലാട്ടാ. നിങ്ങൾക്കൊക്കെ ലാസ്റ്റ് വാണിംഗ് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഏട്ടത്തി എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ ആദ്യം എതിർക്കുന്നത് ഈ വേണി തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേണി. അപ്പൊ ശേഖരൻ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക. ചേട്ടച്ചാരെ ഞാൻ കാര്യമായിട്ട് പറയാം, ഗൗരിനെ തീർത്ത് അടങ്ങുമെന്ന് വല്ല വാശി എൻ്റെ ചേട്ടച്ചാർക്ക് ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി അങ്ങോട്ട് കേട്ടോ, നിങ്ങൾക്ക് ഞാൻ ഫുഡിൽ വിഷം തന്നു നിങ്ങളെ ഞാൻ ആദ്യം കൊല്ലും, ഉറപ്പായിട്ട് ഞാനത് ചെയ്യും. ഈ വേണിയാ പറയുന്നത്, ഞാനും ചാരങ്ങാട്ട് മഹാദേവന്റെ മോള് തന്നെയാ, കൊല്ലാൻ എനിക്ക് ഒരു മടിയില്ല കേട്ടല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ വേണി ശേഖരനും അമ്മയും കൂടെ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക. ശേഖരേട്ടനോട് മാത്രമല്ല അമ്മയോടും കൂടെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ രാധാമണി തങ്കച്ചി, കൊള്ളാൻ വേണ്ടി മോലെ, നീ എന്നെ വെല്ലുവിളിക്കുക,
നിന്നെപ്പോലെ ഒരുത്തിയെ പ്രസവിച്ചല്ലോ എന്നോർത്ത് എന്നോട് തന്നെ പുച്ഛം തോന്നുക. അയ്യോ, അമ്മയ്ക്ക് തോന്നുന്നതൊക്കെ തോന്നിക്കോട്ടെ, അതിൽ പ്രത്യേകിച്ച് ഇപ്പം അതിശയിക്കാനൊന്നുമില്ല. അമ്മ പുച്ഛിക്കണം, അമ്മ ലജ്ജിക്കണം. കാരണം അമ്മ പ്രസവിച്ചത് മനുഷ്യരെയല്ല, മൃഗങ്ങളെ. അല്ല ശഹരേട്ട, ഈ പ്ലാനും പദ്ധതിയൊക്കെ നമ്മുടെ അച്ഛനും കൂടി അറിഞ്ഞിട്ടാണോ? നമ്മുടെ അച്ഛനും കൂടി അറിഞ്ഞോ ഈ കത്തിച്ച് ചാമ്പലാക്കാനായിട്ട്? എന്നോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? സ്വന്തം മരുമോളെ കത്തിച്ച് ചാമ്പലാക്കാനായിട്ട് അമ്മ ശ്രമിക്കും. അമ്മ ഒരു കാര്യം മറന്നുപോയി. അമ്മയുടെ ഈ മോള് വേറൊരു വീട്ടിലെ മരുമോളാ. നിങ്ങളുടെ മോളെ പ്രൊഫസറുടെ വീട്ടുകാരെ ഇതുപോലെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിട്ട് വല്ല പ്ലാനും ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, കത്തിച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുട്ടാ പറയുക? നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുക? നിങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട്, എന്തുട്ടാ ഇത്, കുറെ നേരമായല്ലോ എന്നും പറഞ്ഞിട്ട് മഹാദേവൻ, എന്താ ഇവിടെ ആർക്കും ഒന്നും മിണ്ടാനില്ലേ? വേണിമോളെ പറയണത് കേട്ടോണ്ട് തന്നെയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് ഒന്നും ആരും ഒളിപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു മഹാദേവൻ അറിയാതെയാണല്ലോ ഇതൊക്കെ നടന്നത്. എന്തോട്ടാ ഉണ്ടായെന്ന് തുറന്ന് പറഞ്ഞോണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാത്തിനെയും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മഹാദേവനോ ഉറഞ്ഞു തുള്ളുകയാണ്. നീയും നിന്റെ തള്ളയും കൂടെ ആ പെങ്കൊച്ചിനെ കൊല്ലാൻ നോക്കിയാന്നോ? എൻ്റെ കുട്ടിച്ചങ്കൻ്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കിയാന്ന്? നിനക്കും നിന്റെ അമ്മയ്ക്കും എത്ര ധൈര്യം എവിടെ നിന്നുണ്ടായടാ എന്നൊക്കെ നമ്മുടെ മഹാദേവൻ ഇങ്ങനെ ചോദിക്കുക. ഇത് കുറച്ച് അഭിനയമാണ് കേട്ടോ. കാരണം നമ്മുടെ വേണിയുടെ മുന്നിൽ വെച്ച് കാണിക്കുന്നത് മാത്രം. മാനസാക്ഷി ഉണ്ടോടാ? നീയൊക്കെ മനുഷ്യനാണോടാ അതോ മൃഗമാണോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. മക്കളെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തേണ്ടത് ഒരമ്മയാണെന്നിട്ടോ അവളും കൂട്ട് നിന്നിരിക്കുന്നു. നീ അല്ലേടി ഇവനെ പ്രസവിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധാമണി തങ്കച്ചി കിട്ടോ ഒറ്റ ഒരെണ്ണം കവള് നോക്കി അടിച്ച് പൊത്തിച്ചു കൊടുക്കുകയാണ്. അഭിനയിച്ചിട്ടാണെങ്കിലും നല്ല ഒരെണ്ണം കൊടുത്തേ, നന്നായി. ഇത് തള്ളയോടും എൻ്റെ മൂത്ത മോനോടും കൂടി ഞാനൊരു കാര്യം പറയാണ്. ഇനി എങ്ങാനും ഗൗരിക്ക് നേരെ ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടായി എന്നറിഞ്ഞാൽ, അനാവശ്യ ചിന്തകൾ എന്തെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞേക്കട്ടാ. അതായിരിക്കും നിങ്ങളുടെ ജീവന് നല്ലത്. നിങ്ങൾ മനുഷ്യന്മാരാണെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. പെങ്കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടിശങ്കര സഹിക്കോ? ഇല്ല, കുട്ടിശങ്കര സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാദേവൻ ഒരു വാഷൗട്ട് മോനും അതിന് കൊട പിടിക്കണ ഒരു മാതാപ്പ് തള്ളയും, നിങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതം തീരാൻ വേറെന്തുട്ടാ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു മഹാദേവൻ ദേഷ്യപ്പെട്ട് അവിടെ നിങ്ങട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ സോഫയിൽ പോയി തലയും കുനിച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് വേണിമോളെ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വേണിയെ സമാധാനിപ്പിക്കാൻ, അല്ലെങ്കിൽ വേണിയെ ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാനുള്ള ഇയാളുടെ അഭിനയമാണ്. വേണിമോള് കൃത്യസമയത്ത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നതിന് സ്ഥിതി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മോള് വന്ന് ഗൗരിയെ രക്ഷിച്ചത് നന്നായിട്ടാ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അയ്യോ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. രണ്ടിനെ എൻ്റെ മുമ്പിൽ കണ്ടുപോകരുത്, എവിടേക്കെങ്കിലും പോക്കോ എന്നും പറഞ്ഞ് ശേഖരനെയും രാധാമണി തങ്കച്ചിയും വഴക്ക് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഓടിക്കുക. നീയൊക്കെ ഇനിയെങ്കിലും ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അവിടെ നിന്ന് രാധാമണി തങ്കച്ചിയും കമലയും നമ്മുടെ വേലക്കാരിയൊക്കെ പോയി. എന്നിട്ട് വേണിയോട് പറയാണ് മഹാദേവൻ, ഗൗരിക്ക് ഒരു പുറല് പോലും ഏക്കാണ്ട, അച്ഛൻ നോക്കിക്കോളാം. അപ്പം ഗൗരി ആദർശേട്ടൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോയി, ഞാനാ പറഞ്ഞു വിട്ടത്. അപ്പോഴേക്കും മഹാദേവൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഇത് അവളുടെയും കൂടെ വീടാണ്. അപ്പോഴേക്കും വേണി പറഞ്ഞു, വേണ്ടച്ചാ, മോൾക്ക് അച്ഛനെ എന്താ വിശ്വാസം ഇല്ലേ? അച്ഛൻ എന്തെങ്കിലും ചെയ്യുന്നു തോന്നണുണ്ടോ? ഞാനിതിന് കൂട്ടു നിൽക്കുമോ? അവൾ എൻ്റെ കുട്ടിശങ്കറിൻ്റെ പെണ്ണാണ്, ഈ വീട്ടിലെ മരുമോളാണ്, അവൾ ഈ വീട്ടിലാണ് വേണ്ടത്. അവൾ എന്നെ അച്ഛാന്നാണ് വിളിക്കുന്നത്. എൻ്റെ കുട്ടിശങ്കരൻ എന്നോട് വന്ന് എൻ്റെ ഗൗരി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ തോറ്റു പോവില്ലേ? നമുക്ക് ഇപ്പം തന്നെ തിരുവനന്തപുരത്തേക്ക് പോകണം, ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരണം നമ്മുടെ പ്രൊഫസറുടെ വീട്ടിലേക്ക്. ഗൗരീനെ കൂട്ടി അച്ഛൻ റിട്ടേൺ അടിക്കും കേട്ടോ. ഗൗരിയുടെ കാര്യത്തിൽ എൻ്റെ പൊന്നുമോൾക്ക് ഒരു ടെൻഷനും വേണ്ട, എന്താ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാല്ലേ? അപ്പോഴേക്കും വേണി പറഞ്ഞു, ആ പോകാം. വേണി അത് വിശ്വസിച്ചു കേട്ടോ. എന്തായാലും നമ്മുടെ ആദർശവും നമ്മുടെ ഗൗരിയും തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായി ഗൗരിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. മോളെ, അവർ നിന്നെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മുത്തശ്ശി അവളിങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ, കുറച്ച് നേരം വിശ്രമിക്കട്ടെ, എന്നിട്ട് വിശേഷങ്ങൾ ചോദിച്ചാൽ പോരെ എന്ന് ആദർശ് ഇങ്ങനെ ചോദിക്കുക. അല്ല വേണി എവിടെ? അപ്പോഴേക്കും നന്ദിനിയമ്മ ചോദിച്ചു, ശരിയാണല്ലോ, വേണി മോളെവിടെ? ആ വേണി ഇന്ന് അവിടെ നിൽക്കാന്ന് പറഞ്ഞു, നാളെയോ മറ്റന്നാളോ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോഴേക്കും നമ്മുടെ ഒന്നിച്ച് പറഞ്ഞു, നന്ദിനി ഗൗരിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക.
വേണ്ട മുത്തശ്ശി, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ആരതി, നീ എന്താ ഇങ്ങനെ മാറി നിൽക്കണേ എന്ന് ആരതിയോട് വിശേഷമൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആരെയും അറിയിച്ചില്ല ഗൗരി തൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒന്നും. ആരതി ഗൗരിയെ കണ്ടതും കരയാണ്. അപ്പോഴേക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്താ? അപ്പോൾ അച്ഛൻ എവിടെയെന്ന് ഇങ്ങനെ ഗൗരി ചോദിക്കുക. അച്ഛൻ റൂമിലുണ്ട്. അന്ന് നിന്നെ തൃശ്ശൂരിൽ കൊണ്ടാക്കാൻ വന്നതിന് ശേഷം അച്ഛൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ കാര്യമായ മാറ്റങ്ങളുണ്ട് മോളെ എന്ന് പറയുകയാണ്. അപ്പോൾ ഗൗരിക്ക് മനസ്സിലായ കരിയൊക്കെ തേച്ച് അപമാനിച്ച് വിട്ടതല്ലേ, അതൊക്കെ തന്നെ ആയിരിക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.